നമസ്കാരം. ചെറുപുഴ പഞ്ചായത്തിൻ്റെ കുട്ടികളുടെ പാർക്കിലാണുള്ളത്. ഈ പാർക്കിലുള്ളത് ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രാപ്പോയിൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി KK ജോയിച്ചേട്ടനാണ്. KK ജോയിച്ചേട്ടൻ ഒരു റൗണ്ടൊക്കെ വീട് കയറി കഴിഞ്ഞു. അതായത് ബ്ലോക്ക് പഞ്ചായത്താണ്, വലിയ ഒരു പ്രദേശം കൂടിയുള്ള ഉൾക്കൊള്ളുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പം ജോയിച്ചേട്ടനെ പറ്റി നമ്മളെ പരിചയപ്പെടുത്തേണ്ട ചെറുപുഴ പഞ്ചായത്തിൽ നിന്നല്ല, ഈ മലയോര മേഖലയിൽ ആരെയും ആരെയും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമേ ഇല്ലാത്തൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ഈ ടീമിൽ തന്നെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ പിന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതിനു മുമ്പേയും ചെറുപുഴ പഞ്ചായത്ത് അംഗമാണ്. അത്തരത്തിൽ CPM-ൻ്റെ ഒക്കെ നേതാവായി അങ്ങനെ ഈ മേഖലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജോയിച്ചേട്ടൻ. അപ്പം ജോയിച്ചേട്ടനാണ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവങ്ങളും ആ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഒക്കെ വീടുകൾ കയറിയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയാണ് ജോയിച്ചേട്ടനുള്ളത്. അപ്പോൾ നമുക്ക് ജോയിച്ചേട്ടനോട് ജോയിച്ചേട്ടൻ എങ്ങനെയുണ്ട് നമ്മുടെ മലയോരത്തൊക്കെ വീട് കയറി കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥ? നല്ല സന്തോഷകരമായൊരവസ്ഥയാണ്. എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ 5 വർഷത്തെ പഞ്ചായത്ത് ഭരണം, അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ 9 വർഷത്തെ ഭരണം, ജനങ്ങൾ ആഹ്ലാദഭരിതരാണ്. പെൻഷൻ കിട്ടിയ വീടുകൾ എത്ര സന്തോഷത്തോടെ അവർ സ്വീകരിക്കുന്നറിയോ. പിന്നെ നമ്മുടെ പഞ്ചായത്ത് തന്നെ നമ്മൾ ഞാൻ 10 വർഷമായിട്ട് പഞ്ചായത്ത് മെമ്പറാണ്. വീട് 550ഓളം വീടാണ് ലൈഫിൽ കൊടുത്തത്. ഏതാണ്ട് 400ഓളം വീടുകൾ മേൽക്കൂര. വീടില്ലാത്ത ആളുകളുടെ വിഷമങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല സന്തോഷകരാവസ്ഥയാണ്. പിന്നെ റോഡുകൾ, നമ്മുടെ ഏതാണ്ട് 400 റോഡുകളുള്ള ഈ പഞ്ചായത്തിൽ ഭൂരിപക്ഷം റോഡും തീർന്നു. കുറച്ചൊക്കെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് ഇപ്പോൾ ഈ റോഡ് പൊളിഞ്ഞെടുക്കുന്നൊക്കെ ചിലതൊക്കെ എടുത്തിരുന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഏതാണ്ട് 100ഓളം റോഡുകൾ ഇവിടെ പാസ്സാക്കി ടെൻഡർ വെച്ച് അത് പൂർത്തിയാകേണ്ട സാഹചര്യം. അതൊക്കെ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മനോഹരമായ നിലയിൽ നമ്മുടെ പഞ്ചായത്ത് മാറും. പിന്നെ അതിനപ്പുറത്ത് വികസന രംഗത്തൊക്കെ നല്ല കുതിപ്പ്. ഇതെല്ലാം ജനങ്ങൾ നല്ല നിലയിലാണ് സ്വീകരിക്കുന്നത്. സന്തോഷകരമായൊരവസ്ഥയാണ്. ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ബ്ലോക്കിലേക്കാണ്, ഉയർന്ന ഒരു ചിന്തയിലേക്ക് ഉയർച്ചയിലേക്കാണ്. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണമൊക്കെ ജോയിച്ചേട്ടൻ വീട് കയറി പോകുമ്പോൾ അവിടെ നിന്നുള്ള ആന്തരം ജനങ്ങൾ ജോയിച്ചേട്ടനുമായി പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, അതൊക്കെ ഓരോ നിശ്ചയിക്കപ്പെട്ട നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്വം കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷ ഒട്ടും വിഷമം വരാതെ നിർവഹിക്കാനുള്ള ശ്രമം ഞാൻ നടത്തും. ജനങ്ങൾ സന്തോഷഭരിതരാണ്. അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഹൃദയബന്ധം. പഞ്ചായത്ത് 10 വർഷം ആയിരുന്ന ഒരു ഹൃദയബന്ധം ജനങ്ങൾക്കുണ്ട്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ഥിതി എന്താണ് നോക്കേണ്ടത്, അത് എല്ലാം ഒന്നിനോട് അനുബന്ധിച്ച തദ്ദേശ ഭരണം അതിൻ്റെ ഭാഗമാണ്. എല്ലാം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് മത്സരിക്കുന്നത്. ജനങ്ങൾ നല്ല നിലയ്ക്ക് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ജനങ്ങൾ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അതുപോലെ ജോയിച്ചേട്ടൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിടുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ചെറുപുഴ പഞ്ചായത്ത് ഭരണത്തെയാണ് നമ്മൾ അതിൻ്റെ ഒരു വികസന നേട്ടങ്ങൾ, കാഴ്ചപ്പാടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് വേണം ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ UDF ഒക്കെ വളരെ പ്രചാരം നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഇരിക്കുന്നത് തന്നെ ഒരു കാലത്ത് കാട് പിടിച്ചിരുന്ന ഒരു പ്രദേശമായ പുഴയിൽ നല്ല മനോഹരമായ പാർക്ക്. ഒരുപാട് ആൾക്കാർ, നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ചുറ്റി നമ്മുടെ ഒക്കെയുണ്ട്. അപ്പോൾ ഇത്തരം ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഞാൻ എപ്പം പറഞ്ഞ പോലെ ഇവിടെ ഇഞ്ചപ്പടർപ്പ് കിടന്ന സ്ഥലമാണ് ഇതിപ്പോഴത്തെ ആളുകളൊക്കെ വന്നിരിക്കുന്നുണ്ട്. എല്ലാം ആയി എന്നുള്ളതല്ല, ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഞങ്ങൾ തുടങ്ങി. അത് ഇനി ഇവിടുന്ന് കുറേ കൂടെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടാക്കീസൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പം ആ മാഹി പാലത്തിൻ്റെ അടുത്ത് അങ്ങോട്ട് നോക്കുന്ന പോലെ തോന്നി. എത്ര മനോഹരമാണ് നമ്മുടെ നാട്. ഇത് കുറേ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റണം. ആ ഇഞ്ച പടർന്ന് കിടന്ന സ്ഥലത്ത് ആളുകൾ വരുന്നു. ഓരോ പ്രദേശവും എല്ലാം ടൂറിസമൊക്കെ എന്തോരം സ്ഥലങ്ങളാണ്. അതെല്ലാം അവിടെ ഉണ്ട്. അതിൽ ഞങ്ങൾ തുടങ്ങി വെച്ചാണ് വികസന കാര്യം എന്ന് പറഞ്ഞാൽ. അത് 1768 ലൈറ്റ് ഇരുട്ടിൽ കിടന്ന കുറേ സ്ഥലങ്ങളുണ്ട്. 1758 ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? അത്ര മനോഹരമാണ്. നമ്മൾ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ആ ലൈറ്റ് കെടാതിരിക്കാൻ പാടിച്ചാർത്ത് തൊട്ട് താവൂർ വരെ, പാടിച്ചാർത്ത് തൊട്ട് ജോസീരി വരെ PWD റോഡിൽ മുഴുവൻ സ്ട്രീറ്റ് മെയിൻ വലിച്ചു. മറ്റു ഇട റോഡുകളിൽ 500 മീറ്റർ ഓട്ടോമാറ്റിക് ലൈറ്റ് ഉൾപ്പെടെ നമുക്ക് ഒരു പ്രകാശപൂരിതമായി. അതിനപ്പുറത്ത് റോഡുകൾ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്.
റോഡ് പറഞ്ഞില്ലേ ഏതാണ്ട് ഒരു 80-90% റോഡും തീർന്നു. അത്ഭുതകരമായി മലയോര ഇടുക്കി പോലുള്ള മലയോര പഞ്ചായത്ത് പോലെ അതിന് സമാനമായ ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. എന്ന് ആളുകളുടെ മുന്നിലുള്ള വിഷമം, ഞാനൊരു മലയോരത്ത് ചട്ടിപ്പരുത്തി താമസിക്കുന്ന ആളാണ്. ഈ റോഡിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇത്തരം മലയും കുന്നും എല്ലാം നിറഞ്ഞിരിക്കുന്ന എല്ലാ മലയിടുക്കുകളിലൂടെ എല്ലാ പ്രദേശത്തേക്കും നമുക്ക് നല്ല ഗതാഗത യോഗ്യമായ റോഡ് വന്നിട്ടുണ്ട്. നമുക്കിനിയും വരാനുണ്ട്. ഏറ്റെടുത്ത് തുടങ്ങിയത് നമുക്ക് പൂർത്തിയാക്കാനുണ്ട്. ഏതാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ 5 വർഷത്തെ ഭരണം എൻ്റെ ഞാനൊരു AV നാരായണനുണ്ട്. ഒരു 40 വർഷമായി ഈ പഞ്ചായത്ത് ഭരണത്തിൽ നല്ല അടുത്ത് നിന്ന് കാണുന്നു. ഒരു ദിവസം പോലും മാറി വയ്ക്കുക. AV നാരായണൻ തൊട്ട് ഇങ്ങോട്ട് ഉള്ള അന്ന് ഞാൻ SLC ഒക്കെ പഠിക്കുന്ന സമയം, SLC 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അന്നോട്ട് ഇങ്ങോട്ടുള്ള നോക്കിയാൽ ഈ എല്ലാവരും എല്ലാ കാലത്തും എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 5 വർഷക്കാലം എന്തോരം കഴിഞ്ഞ 5 വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. എന്തോരം 252 കോടി രൂപയുടെ വികസനമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടത്തിയത്. അതെല്ലാം എല്ലാ ആളുകൾക്കും നേരിട്ട് അനുഭവേദ്യമായ കാര്യമല്ലേ. പിന്നെ മറുഭാഗത്ത് കുറ്റമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് പെരുപ്പിച്ചൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആളുകൾ അത് കാണട്ടെ, അവരത് ഹൃദയത്തിൽ എടുക്കട്ടെ. നല്ല ഭൂരിപക്ഷത്തിൽ LDF അധികാരത്തിൽ വരും, ചെറുപുഴ പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ആ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഒക്കെ കരുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്, സന്തോഷകരമായ അനുഭവമാണ്. അതേപോലെ ഈ UDF എല്ലാ കോർണർ മീറ്റിങ്ങിലും അല്ലെങ്കിൽ UDF എപ്പോഴും ആരോപിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രകടന പത്രിക നടപ്പിലായില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ പ്രകടന പത്രിക പറഞ്ഞ കാര്യമൊക്കെ നടപ്പാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രകടന പത്രിക പറയാത്ത ഒത്തിരി കാര്യം ഞങ്ങൾ എഴുതി. പ്രകടന പത്രികയിൽ 540 വീട് കൊടുക്കുമെന്ന് പറഞ്ഞോ? ഒരു 100-150 വീട് കൊടുക്കാൻ പറ്റിയാലായി എന്നല്ലേ? അതിനപ്പുറത്തല്ലേ? കുറച്ച് ലൈറ്റൊക്കെ വെക്കുമെന്ന് പറഞ്ഞില്ല. പ്രകടന പത്രിക 1758 ലൈറ്റ് വന്നില്ലേ? പിന്നെ പ്രകടന പത്രിക എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയം പോയി നോക്ക്. സ്റ്റേഡിയത്തിന് 50 ലക്ഷം രൂപ ഒന്നാമത്തെ പ്രകടനത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. 50 ലക്ഷം രൂപ ഇപ്പം MLA തന്നു, അതിൻ്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ നെറ്റൊക്കെ ഇട്ട് എത്ര മനോഹരമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ 100 കണക്കിന് കുട്ടികൾ അവിടെ കളിക്കാൻ വന്നത്. അത് സ്റ്റേഡിയത്തിൻ്റെ പണി. ഇപ്പോൾ ഇതിനിടയ്ക്ക് വലിയൊരു വീഡിയോ കണ്ടു. ഇന്നിപ്പം വീഡിയോ വേണ്ടേ? വെറുതെ മാന്തി വെച്ചത് അവിടെ അതിൻ്റെ എല്ലാ പ്രവർത്തനം നടക്കുക. അതാണ് പ്രകടന പത്രിക. രണ്ടാമത്തെ ഞങ്ങളെപ്പറ്റി പറയുന്ന പ്രകടന പത്രിക എന്താ? മറ്റേ വാഗമണ്ഡലം റോഡ് ചെറുപുഴ പഞ്ചായത്ത് മാത്രമായിട്ട് നടപ്പാക്കേണ്ട കാര്യമാണോ? എന്നാൽ വാഗമണ്ഡലം റോഡ് പ്രകടന പത്രിക ഇപ്രാവശ്യം പറയണം. ഇപ്രാവശ്യം പറയണം എന്താ? നമ്മുടെ ഇത് ചെറുപുഴ പഞ്ചായത്ത്, ഇത് കണ്ണൂർ ജില്ല, ഇത് കേരള സംസ്ഥാനം, അപ്പുറത്തെ കർണാടക സംസ്ഥാനം. ആ കർണാടകവും കേരളവും തമ്മിൽ യോജിപ്പിക്കാൻ നമ്മുടെ തലക്കേവാരി ഉൾപ്പെടെ ഉള്ള അവിടേക്ക് പോകേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രം, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം, ആ 2 സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇവിടുന്ന് നമ്മൾ പ്രകടന പത്രികയിൽ പറയുന്ന ഒരു കാര്യം അത് ഈ നാടിൻ്റെ പൊതു പുരോഗതിക്ക് പറയുന്ന കാര്യമല്ലോ. പഞ്ചായത്ത് ബോർഡ് തീരുമാനിച്ച് നടത്തേണ്ടതാണോ? അതിനുള്ള ഇടപെടൽ അല്ലേ? നമ്മുടെ അഭിലാഷ് കരിച്ചേരി നേരത്തെ അവിടെ ഒരു ഫെസ്റ്റ് നടന്നു. ആ ഫെസ്റ്റിൽ ഇതല്ലേ അതിൽ ഞാനെല്ലാം കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. ആ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ മന്ത്രിമാരെ, MLA മാരെ, അപ്പുറത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ കുറേ ആളുകൾ വന്ന് അതൊരു ചർച്ചയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഞാനെല്ലാം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത ഒരു സന്ദേശം അവിടെ എത്തിച്ചാണ്. അത് കൊണ്ടുവന്നതിന് കാരണം എന്താ? ആ പ്രകടനത്തിൽ അവർ രണ്ടാമത് നടപ്പാക്കില്ല. രാജമാഷും ഞങ്ങളും ഭരണ പ്രതിപക്ഷക്കാരൻ അവിടെ ഇരുന്ന് നടപ്പാക്കേണ്ട പ്രകടനപത്രികയാണോ? ഞാൻ ഒറ്റക്കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ അവിടെ വയനാട് ഒരു ചുരം പണിതില്ലേ? ഒരു തുരങ്കപാത. ആ തുരങ്കപാത അന്ന് ആരെങ്കിലും ഒരാൾ കണ്ടെത്തി, പിന്നീട് അത് പഞ്ചായത്ത് പറഞ്ഞ്, പിന്നെ അത് MLA പറഞ്ഞ്, അതൊരു മണ്ഡലം പറഞ്ഞ്, അതൊരു സംസ്ഥാനത്തെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി വന്ന് നടപ്പാക്കി. ആരോ ഒരാളത് കണ്ടു പറഞ്ഞൊരു കാര്യമായിരിക്കൂലേ? അത് പിന്നീട് ഒരു പ്രകടനപത്രികയായി അവിടെ വന്നതായിരിക്കൂലേ? അത് വന്ന് പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞ് ഇപ്പം നടപ്പാക്കിയിട്ടേ. ആ നടപ്പായതുപോലെ ഈ ഞങ്ങളെപ്പറ്റി നടപ്പാക്കാത്ത ഒരു പ്രകടനപത്രികയെ പറ്റി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വാഗമണ്ഡലം റോഡാണ് ഞങ്ങളുടെ പ്രകടനപത്രിക. അത് ഇത്തവണയും പ്രകടനപത്രിക വെക്കും. അത് യാഥാർത്ഥ്യമാകുന്നത് വരെ പ്രകടനപത്രിക വെക്കും. അതൊരു സ്വപ്നമാണ്. നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ, APJ അബ്ദുൽ കലാം പറഞ്ഞില്ലേ, നിങ്ങൾ വിശാലമായി സ്വപ്നം കാണും. ഞങ്ങൾ സ്വപ്നം കാണാം. ഈ പാർക്ക് എങ്ങനെയെന്നറിയോ? ഇന്ത്യ കടന്നപ്പം കണ്ട സ്വപ്നം എന്നറിയോ? ഇവിടെ ഇങ്ങനെ കെട്ടി ഒരു പാർക്ക്, ഇവിടുന്ന് അപ്പുറം പോയി
നമ്മുടെ അപ്പുറം മീൻ മാർക്കറ്റിന്റെ അപ്പുറം വരെ കെട്ടിയെടുത്ത് ഇവിടുന്ന് ഒരു വാക്കിംഗ് വേ ഉണ്ടാക്കി ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന പിന്നെ ഒരു ടൗൺ സ്ക്വയർ പോലെ അവിടെ ആക്കി. അപ്പുറത്ത് നമ്മുടെ മീൻ മാർക്കറ്റിന്റെ പുറകെ നല്ല ഒന്നാന്തരമായി അവിടുത്തെ ആ കാടൊക്കെ നോക്കി എത്ര മനോഹര, പ്രകൃതി എത്ര മനോഹരം അവിടെ പാർക്കാക്കാൻ പറ്റുന്നത്, എത്ര സൗന്ദര്യാത്മകമാണ്. അതുകൊണ്ട് ഇത് ഞാനിപ്പം പറഞ്ഞു, അടുത്ത പിന്നെ ഏതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മുഴുവൻ തെറ്റാന്നാണോ? അത് പറയാൻ പാടില്ലെന്നാണോ? അവർ പറഞ്ഞിട്ട് പറയുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടപ്പാക്കും. ഒരാളോടും ഒരു അഴിമതി ഇല്ലാത്ത ഒരു പഞ്ചായത്ത് വരണം. ഒരാളോടും വിവേചനം കാണിക്കാത്ത ഒരു പഞ്ചായത്ത് വരണം. പ്രതിപക്ഷം വെച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷത്തെ മെമ്പർമാരോട് നിങ്ങൾ പ്രകടനം നടത്തുന്ന പറഞ്ഞവർ നടത്തില്ല. നിങ്ങൾ നോക്കുക, ഈ തോട് അല്ലേ, ഈ തോട് വിറ്റു എന്ന് പറഞ്ഞ ഒരു പ്രകടനം ഇന്ന് എപ്പം കേൾക്കുക. ഈ പുഴ വിറ്റു, ഇതൊക്കെ അങ്ങനെ വിൽക്കാൻ പറ്റുന്ന കാര്യമാണോ? എന്താ നമ്മൾ കണ്ട സ്വപ്നം? എന്താ എന്താണ് ഇവിടുത്തെ ഈ പാലമില്ല, അപ്പുറത്തെ പാലം, അത് 1 മീറ്ററൂടെ പൊക്കി സ്വപ്നം കാണും ഞങ്ങൾ. അപ്പോൾ ആരോട് ചോദിച്ചാൽ പറഞ്ഞു വകുപ്പില്ലെന്നാ പറഞ്ഞു. വകുപ്പ് പലതും ജനങ്ങൾക്ക് വേണ്ടി വകുപ്പ് നിയമം മാറി വരുന്നേ. 1 മീറ്ററൂടെ പൊക്കി ഈ വെള്ളം ഇവിടെ തടഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെ പെഡൽ ബോട്ടുകൾ ഓടിക്കാം. ഏതോ ഒരു നമ്മുടെ ടൂറിസം സൊസൈറ്റി 2 പെഡൽ ബോട്ട് ഓടിച്ചു. അവർ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തു. സൊസൈറ്റി അവരോട് അവർ ആ അപേക്ഷയിൽ അതൊരു അജണ്ടക്കുറിപ്പ് വെച്ചു. പിറ്റേ ദിവസം DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ മാർച്ച പഞ്ചായത്തിലേക്ക്. എന്താണ് ഇവിടെ മേഴ്സിക്കുട്ടി അമ്മ കടൽ വിറ്റു എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്തിന്റെ പുഴ വിറ്റു. എന്നാ പുഴ വിറ്റു എന്നാണ് ഇവിടെ ആള് വരുമ്പോൾ ഈ പെഡൽ ബോട്ടെ ചവിട്ടി ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് ഞങ്ങൾ ഉറപ്പായിട്ട് ബോട്ട് കൂടി ഇടിപ്പിച്ചേനെ. ബോട്ട് ചവിട്ടി അങ്ങോട്ട് മാഷു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാഷ് മാന്യനായ ഏറ്റവും മാന്യനായ ആളാ. അദ്ദേഹത്തെ പുഴ വിറ്റു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാഷ് ഇച്ചിരി ഞാൻ പഠിച്ചെന്നില്ല, ഞാൻ പറയാലോ. പിന്നെ അതെല്ലാം വിറ്റു എന്ന് പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ആക്ഷേപിക്കുമല്ലേ, ചീത്ത വിളിക്കുമല്ലേ? അതൊക്കെ കാലം കഴിഞ്ഞു പോയി. ഞാനിപ്പം പറയുന്നത് ഇവിടെ പെഡൽ ബോട്ട് ഇടണം, ഇവിടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആ ബോട്ട് ഇവിടെ ഓടിക്കണം. അങ്ങനെ ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് അവിടുന്ന് അപ്പുറം നമ്മുടെ കമ്പിപ്പാലമുണ്ട്, ആ കമ്പിപ്പാലിന് അവിടെ നടകെട്ടി അതെല്ലാം ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ നടകെട്ടി താഴോട്ടിറങ്ങി ഈ ബോട്ടൊക്കെ എങ്ങനെ ഓടിക്കുന്ന ഒരു സ്വപ്നം കണ്ടു നോക്കിയേ. ആ സ്വപ്നം കാണണ്ടേ? ആ സ്വപ്നത്തിൽ ഈ പ്രകടനപത്രത്തിൽ പറഞ്ഞ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന 3 കാന കയറുന്നുള്ള സ്വപ്നം മാത്രമേ കാണാൻ പാടുള്ളൂ. ഞങ്ങൾ അതിനപ്പുറത്ത് സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം കുറെ യാഥാർത്ഥ്യമായിട്ടുണ്ട്, നടപ്പാക്കി നമ്മൾ പോകും. ഇതാണ് ഭരണപത്രമൊക്കെ പരമാവധി പറയാത്ത ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളതിൽ ഉറച്ചിരിക്കുന്നു, അത് വീണ്ടും നടപ്പാക്കണം. കഴിഞ്ഞ ഭരണസമിതി യഥാർത്ഥത്തിൽ മുൻതൂക്കം കൊടുത്ത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ ഭവന പദ്ധതിക്കായിരുന്നു അല്ലെ കഴിഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്തത് ഈ ജോയിച്ചേട്ടൻ്റെ ഭരണസമിതിയുള്ള ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തല്ലേ? അപ്പം വീട് ഒരു സ്വപ്ന പദ്ധതി ആയിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് ചേർന്ന് ഞങ്ങൾ ആലോചിച്ചപ്പം തന്നെ വീടൊക്കെ എടുത്ത് നമുക്ക് കുറച്ച് പൈസ ആദ്യം കൊടുക്കണം. ഒരു 4 കോടിയോളം രൂപ കിട്ടി. അതെന്ത് ചെയ്യും? അപ്പം തീരുമാനിച്ച് ഞങ്ങൾ കടമെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു ചർച്ച വന്നു. കടമെടുത്താൽ നമുക്ക് 4-5 വർഷം കഴിയുമ്പം പിന്നെ അതെന്താവും? തിരിച്ചടയ്ക്കണ്ടേ? അപ്പം പറഞ്ഞു പണ്ട് EMS ഭവന പദ്ധതിക്ക് ഏതാണ്ട് 400ഓളം വീട് ഒരു കടവുമില്ല. പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് കിട്ടി. ഇത് 4 ലക്ഷമാണ്. അപ്പം 4 ലക്ഷം രൂപ ഞങ്ങൾ കടമെടുത്തു. ഇതിനിടയ്ക്ക് 3-4 പൊതുയോഗത്തിൽ കേട്ടു ചെറുപുഴ പഞ്ചായത്തിന് പണയം വെച്ചു. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇനിയും ഞങ്ങൾ വന്നാൽ ഇനിയും കടമെടുക്കാൻ പറ്റും, ഞങ്ങൾ കടമെടുക്കും. കടമെടുത്ത് കേൾക്കേണ്ട കാര്യം എന്നറിയോ? ഞങ്ങൾ 4 ലക്ഷം രൂപ കടമെടുത്ത് വീട് വെച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നെ 540 വീട് കൊടുക്കാൻ പറ്റി. 540 വീടിന് ചിലവായ പൈസ 21.5 കോടി രൂപയാണ്. 21.5 കോടി രൂപ ആ കൊടുത്തു. അതിൽ 4 കോടി മാത്രമാണ് ഞങ്ങൾ കടമെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് 2 കോടി തന്നു, ജില്ലാ പഞ്ചായത്ത് 3-4 കോടി തന്നു, സംസ്ഥാന ഗവൺമെന്റ് 8-9 കോടി തന്നു. ആ പലിശ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റ് അടയ്ക്കുന്നു. 17.5 കോടി രൂപ നമുക്ക് വെറുതെ തന്നു. ആ 4 കോടി ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ ആളുകളുടെ മനുഷ്യന്റെ പ്രയാസം. പിന്നെ നമ്മുടെ പഞ്ചായത്ത് നല്ല വരുമാനമുള്ള പഞ്ചായത്താണ്. ആ വരുമാനമുള്ള പഞ്ചായത്ത് നമ്മൾ നല്ലൊരു വീട് വെക്കാൻ അനീഷിനൊരു വീട് വെക്കാൻ ലോൺ എടുക്കൂലേ? ഈ നാട്ടിലെ ജനങ്ങൾ ഈ പഞ്ചായത്തിന്റെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മക്കളാണ്, അതിന് സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. ആ വീടില്ലാത്ത അവർക്ക് വീട് കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ എന്തിനാ
ഇവിടെ ഇരിക്കുന്നത്. അന്വേഷിച്ച് നല്ലൊരു വീട് വെക്കാൻ നോക്കുന്നവർ ഞങ്ങൾ പഞ്ചായത്തിൽ ഈ 40,000 വരുന്ന ആളുകൾ, ആ 40,000 വരുന്ന ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളല്ലേ, ആ കുടുംബത്തിന് ഒരു വീട് വേണ്ടേ? അതിന് ഞങ്ങൾ പിന്നീട് വരുന്ന കാര്യമൊന്നും ആലോചിച്ചില്ല. ആ 4 കോടിയുടെ കടമെടുത്തിട്ടുണ്ട്. 17.5 കോടി സംസ്ഥാന സർക്കാർ വിവിധ ഏജൻസികൾ ഞാൻ കടം തന്നിട്ടുണ്ട്. 21.5 കോടി അതിന് ചെലവഴിച്ചിട്ടുണ്ട്. അതിനാണ് ഞങ്ങൾ മുഴുവൻ പണയം വെച്ചു എന്ന് പറയുന്നത്. അത് അവർ ചില പ്രശ്നങ്ങൾ, ചില അവർക്ക് നല്ല വീടുള്ളവർക്കൊക്കെ ആ വർഷം പണയം വെച്ചു എന്നൊക്കെ തോന്നാന്നേ. അതൊക്കെ 1.5 വർഷം കൊണ്ട് കടം തീർക്കാൻ പറ്റുന്ന ശേഷിയുള്ള കരുത്തുള്ള പഞ്ചായത്താണത്. നമ്മൾ ഈ പൈസ പുഴുങ്ങി തിന്നാനാണോ? ആണോ? പാവം കൊടുക്കാതെ കുറേ ബാങ്കിൽ അവിടെ ഇട്ട് ഞങ്ങൾ കുറേ വരുമാനം ഇങ്ങനെ ആക്കി അവിടെ വെച്ചു. ഞങ്ങൾ നല്ല ഞങ്ങളുടെ ഖജനാവ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ ഖജനാവ് ഇവിടുത്തെ വീടില്ലാത്തവന് വീട് കൊടുക്കാതെ ഇനിയും വന്നോണ്ടല്ലോ, ഇനി സർക്കാരിന്റെ ഒരു മാനദണ്ഡമൊക്കെ മാറി 1 ഏക്കർ മലയോരത്തൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ വരെയൊക്കെ വീട് കൊടുക്കണം അല്ലെ? 20 സെന്റ് ഇപ്പൊ മാനദണ്ഡം വന്നോണ്ടാ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അതെങ്കിലും കൊടുക്കട്ടെ. ഏറ്റവും പാവങ്ങളല്ലേ ഏറ്റവും 20 സെന്റ് താഴെയുള്ളവര്. അത് 1 ഏക്കർ വരെയൊക്കെ ഉള്ള മാനദണ്ഡം വന്നാൽ 10 കോടി ഇനി ഞങ്ങളെ ഭരണം ഏൽപ്പിച്ചാൽ 10 കോടി കടമെടുത്ത് സർക്കാർ അന്നേരത്തിന് 50 കോടി തന്ന് ഈ വീട് മുഴുവൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മുന്നണി ആലോചിച്ചിട്ട് പറയാണ്, അന്ന് കടമെടുത്ത പാവങ്ങൾക്ക് മുഴുവൻ വിടുവോ. അത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. അതല്ല, ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ വിഷമമുള്ള, ഇപ്പം വീട് കയറാൻ പോയി ഞാൻ, ആ വീട്ടിൽ ചെല്ലുമ്പോഴേ അതിന്റെ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതിനെപ്പറ്റി അതെനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി. അത് മാത്രമല്ല, നമുക്ക് പദ്ധതിയിൽപ്പെടുത്താൻ പറ്റാത്ത ആൾക്കാരെ അങ്ങനെയും 3-4 ആൾക്ക് പഞ്ചായത്ത് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പദ്ധതിപ്പെടുത്താൻ സന്നദ്ധ വളണ്ടിയർമാരെയൊക്കെ സഹായത്തോടുകൂടി അല്ലേ? അത് ഞങ്ങൾ ആ തുടക്കം വന്നതേ, ഞങ്ങളിപ്പോ കൊല്ലാട് ഒരു വീട് അനീഷാന്ന് അവിടെ പോയി, പഞ്ചായത്തിൽ ഒരു വീട് എന്ന് പറഞ്ഞൊരു വാർത്ത അവിടെ ഇട്ടു. ആ വീട് ഞങ്ങൾ പോയി നോക്കാൻ, അത് നല്ല വാർത്തയാണ്. അത് ഞങ്ങളുടെ ശ്രദ്ധ വന്നു. ഞങ്ങൾ വട്ടം കൂടി എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയി അവർക്ക് ദിവസങ്ങൾക്ക് ആ വീട് വെച്ച് കൊടുത്തു. ആ വീട് അവർക്ക് വെച്ച് കൊടുത്തു. അതിനവർക്ക് രേഖയില്ല, സ്ഥലമില്ല, ഒരു നേരത്തിന് സഹായിക്കാൻ പറ്റൂല. അതിന് പിന്നെ മാർഗം, നാട്ടിൽ നല്ല നല്ല ആളുകളാണ് ചെറുപുഴ നാട്ടിലുള്ളവർ. അവരോട് ചോദിച്ചപ്പോൾ അവർ വിവിധങ്ങളായ കാര്യങ്ങൾ വന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം രാജ് മാഷ നേതൃത്വം ഞങ്ങൾ നിന്ന് അവിടെ വെച്ചു. അന്നേരമാണ് കുണ്ടേരി വീട് കത്തിപ്പോയി. കുണ്ടേരി നമ്മുടെ ആലക്കോട് പഞ്ചായത്തിന്റെ നമ്മുടെ കൂടെ അതിർത്തിയിൽ ഒരു വീട് കത്തിപ്പോയി. അവർക്ക് രേഖയില്ല, കടലാസുകൾ ഒന്നുമില്ല. ഒരു തരത്തിലുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ സർക്കാരിന്റെ ഒരു സഹായം കൊടുക്കാൻ പറ്റൂല. ഞങ്ങൾ അവർക്ക് എല്ലാവരും കൂടി ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങി എല്ലാം സംഘടിപ്പിച്ച് അവർക്കൊരു വീട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പോയി. അവിടെ ആ കുമാരേട്ടൻ, നമ്മുടെ പ്രിയങ്കരനായ കുമാരേട്ടൻ മരിച്ചപ്പോൾ അവിടെ പോയപ്പം ആ ചേച്ചി അവിടെ വന്ന് അനുശോചനം പറ്റി എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്തൊരു സന്തോഷം. അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, ആ വീടില്ലാത്ത അവരുടെ വിഷമങ്ങൾ. ഇതിനിടയ്ക്ക് അതിനുശേഷം അങ്ങോട്ട് കൊലിപ്പം ആ ചേച്ചി ഓടി വന്ന് നമ്മുടെ അടുത്തിരുന്നു. അതിനൊക്കെ പറയാൻ പറ്റാത്ത സന്തോഷകരമാണ്. അങ്ങനെയുള്ള വന്ന വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എല്ലാവരും ഞങ്ങൾ അങ്ങനെ ആരെയൊക്കെ സഹായം പഠിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന ഞങ്ങൾ അന്നേരം അതായത് നമ്മുടെ പഞ്ചായത്ത് ടൂറിസം ഒരു പഞ്ചായത്താണ്. ടൂറിസത്തിനൊക്കെ അനന്ത സാധ്യതകളുള്ളതാണ്. ഇപ്പോൾ ജോയിച്ചേട്ടൻ ഇപ്പോൾ ബ്ലോക്കിലേക്ക് ജയിച്ച് തെരഞ്ഞെടുത്ത ടൂറിസം രംഗത്ത് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സ്വപ്നം ജോയിച്ചേട്ടൻ മനസ്സിലുള്ളത്? ഞാൻ ജയിച്ച് ഞാൻ മാത്രമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നമ്മുടെ എം എൽ എ, നമ്മുടെ ആരാധനായ എം എൽ എ എന്തോരം സഹായം നമുക്ക് തരുന്നത്, എന്തോരം റോഡുകളാണ് തരുന്നത്. എം എൽ എ, നമ്മുടെ ഗവൺമെന്റ് ടൂറിസത്തെ നല്ല പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഞാൻ സ്വപ്നമാണ് ഒരാള് ഈ ചെറുപടി ഇവിടെ വന്നിറങ്ങിയ ഈ പാർക്കൊക്കെ കണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി നമ്മുടെ പിന്നെ വളക്കോട്ടം ചക്കാലം കഴിഞ്ഞ് അവിടെ നേരെ താഴെ ഇറങ്ങി ശങ്കരനാരായണ ക്ഷേത്രവും പുളിങ്ങമകാവരാസും അവിടെ പള്ളിയും അതെല്ലാം കയറി അവിടെ നേരെ കൊട്ടത്തരച്ചിലെത്തി. ആ കൊട്ടത്തരച്ചി കുരിശുമലയെല്ലാം മൊത്തം കറങ്ങി അവിടുന്ന് താഴെ ഇറങ്ങി നേരെ നമ്മുടെ മീൻതുള്ളിലൊരു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ പാലാവലിൽ അപ്പുറത്തൊരു തയ്യേനി ഗുഹയുണ്ട്, അതും കയറി കണ്ട് പിന്നെ നമ്മുടെ കാനമ്പയിലെത്തി നേരെ പോയി ജോസഗിരിയിലെത്തിയാൽ അവിടുത്തെ ആ റിസോർട്ടുകളൊക്കെ കണ്ട് നമ്മുടെ കമ്മാളി പിന്നെ ഗുഹയും തിരുനെറ്റിയും എല്ലാം കണ്ട് നേരെ നമ്മുടെ താബോറിലേക്ക് വന്നാൽ താബോർ ഗ്രോട്ടോ, അതിനിപ്പുറത്ത് നമ്മുടെ ചാത്തമംഗലം ഹിൽസ്, താഴേക്ക് ഇറങ്ങിയാൽ എസ് വളവ്, പിന്നെ അതെല്ലാം കൂടെ അവിടെ നേരെ തൊട്ട് ഇങ്ങ് വന്നാൽ നമ്മുടെ കോക്കടവിലെ വെള്ളച്ചാട്ടം തൊട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട നമ്മുടെ കോറാളി മലയ്ക്കിപ്പം നമ്മുടെ പിന്നെ ശിവഗിരിയുടെ ഇതെല്ലാം കണ്ടാൽ
എന്തോരം 2 ദിവസം ഇവിടെ മൊത്തം കറങ്ങി നമുക്ക് അത്ഭുതകരമായി തോന്നാണ്. ഓരോ ദിവസം ഞായറാഴ്ച നോക്കാം. ഞാൻ വിചാരിച്ച ചട്ടുവല്ലൊക്കെ ആരുമില്ല, ഈ മലയുടെ മേലെയാണല്ലോ ഒരാൾ ഇറങ്ങി പോകുന്നത്. അപ്പം ഞായറാഴ്ച രാവിലെ ഇറങ്ങുമ്പോൾ എസ് വളവിൽ ആള് കണ്ണൂരിൽ നിന്ന് വന്ന് നിൽക്കുവന്നേ. അപ്പുറത്തെ മല കൊട്ടത്തലച്ചിയുടെ മേലെയും ചാത്തമംഗലം മലയുടെ മേലെയും താബോർ ഒരിക്കൽ തന്നെ എൻ്റെ അടുത്ത് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ താബോർ. ഒരു 3-4 വർഷം മുമ്പ് കണ്ണൂരിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. ഈ താബോർ ഹിൽസ് എൻ്റെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്താ. അപ്പൊ അവരെന്നെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് ഇവരോട് പോകുമ്പോൾ 5-6 വർഷം മുമ്പ് ഈ താബോറിൽ നിന്ന് ഉദയഗിരിയും 5 മണിക്കായിരുന്നേ ഇങ്ങോട്ടുള്ള ഈ ഇവിടവും ഒളിഞ്ഞും അപ്പുറത്തേക്കും എത്ര മനോഹരാണ്. അവിടെ കുറച്ചൊരു കുറെ റോഡൊക്കെ കോൺക്രീറ്റ് ചെയ്തു. റോഡെല്ലാം കോൺക്രീറ്റ്. ഇപ്പം എന്ന് വെച്ചാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥലം ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പം അവിടെ ഒരു ടേക്ക് എ ബ്രേക്ക് വന്നിട്ടുണ്ട്. 35 ലക്ഷം വന്നായിരുന്നോ? അതിന്റെ ഉദ്ഘാടനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. അത് വന്നപ്പോൾ നമ്മൾ അവിടെ അതിന്റെ മുൻകൈ എടുക്കുന്ന പ്രസിഡന്റോടൊപ്പം ഞാനും ഏറ്റവും പ്രധാന സ്ഥലമൊക്കെ കണ്ടെടുത്താൻ ഒരു കട്ടയ്ക്ക് നിന്നാണ്. അവിടെ എറണാകുളം ടൗണിലെ പോലെ നല്ല മിന്നിത്തിളങ്ങുന്ന കൊട്ടാരം പോലത്തെ ഒരു ടേക്ക് എ ബ്രേക്ക്, 3-4 ടോയ്ലറ്റ്, വസ്ത്രം മാറാനൊരു സ്ഥലം, അവിടെ ഈ സാധനങ്ങൾ കൊണ്ട് സൂക്ഷിക്കാൻ ടൂറിസ്റ്റുകൾ വന്ന് സൂക്ഷിക്കാനൊരു സ്ഥലം, ഒരു കോഫി കഫേ, ഇതെല്ലാം താബോറിന്റെ മേലെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ടൂറിസ്റ്റുകളെ നിങ്ങൾ താബോറിലേക്ക് വരൂ. അവിടെ നിങ്ങളുടെ സാധനങ്ങളൊക്കെ ആ റൂമിൽ വെച്ച് ഒരു ദിവസം ഫുള്ള് അവിടെ തന്നെ കറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഈ ചെറുപുഴ പഞ്ചായത്തിൽ വന്നാൽ ഒരു വിഷമവും ഇല്ലാതെ നമുക്ക് 2 ദിവസം കറങ്ങാനുള്ള കാര്യമുണ്ട്. ഞാനീ പറഞ്ഞ് ഇതിനെല്ലാം ഒന്ന് മോടി പിടിപ്പിച്ച് ഇവിടെ എല്ലാം ഒന്ന് കുറച്ച് റെഡിയാക്കാൻ നമുക്ക് 2 ദിവസം നമ്മുടെ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ഒഴുകും. അതിന് കൊട്ടത്തലച്ചി മലയ്ക്ക് നമ്മൾ കഴിഞ്ഞ ഭരണസമിതി നമ്മൾക്ക് അതോട്ട് ഒരു സ്ഥലമൊക്കെ നമുക്ക് കിട്ടിയതാണ്. അതിലെന്തോ ഒരു ചെറിയ അത് നമുക്ക് എഴുതി കിട്ടാത്തൊരു വിഷയങ്ങളൊക്കെ വന്നു. അല്ലെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ നല്ല ഇടപെടുന്നുണ്ട്. അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല എല്ലാ ആളുകളുടെയും സഹായത്തോടെ, അതായത് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, പ്രത്യേകിച്ച് MLA നമുക്കറിയാലോ, അതുപോലെ എന്തിനും കട്ടങ്ങി നിൽക്കുന്ന ആളാണ് നമ്മുടെ ടൂറിസം മന്ത്രി റിയാസ്, മന്ത്രി, ഗവൺമെന്റ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് നിങ്ങൾ മാധ്യമങ്ങളുടെയും പിന്തുണ നല്ലതാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണമുള്ളാൻ പോകുന്ന ഈ ടൂറിസ്റ്റ് കണ്ട് ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾ പോകുന്ന നമ്മുടെ താബോറിലേക്കും ഇടയ്ക്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, ഞാൻ മറ്റേ താബോർ ഗോട്ടയുടെ മേലെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നല്ല സ്ഥലമായിട്ടാ കേട്ടോ. ഇവിടെ പാണ്ടിക്കടവ് മോശമാണ്, പാണ്ടിക്കടവ് ഗംഭീര സ്ഥലമാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാൻ നമുക്ക് തോന്നുക. അപ്പം നമ്മുടെ എല്ലാ സ്ഥലം നല്ല മനോഹരമായ സ്ഥലമാണ്. അനന്തമായ സാധ്യത ടൂറിസം രംഗത്ത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല നിലയിൽ ഉള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ. നമുക്ക് ഒരുമിച്ച് നമുക്ക് ജോയിച്ചേട്ടൻ്റെ വോട്ടർമാരോട് മാത്രമല്ല ഈ ചെറുപുഴ പഞ്ചായത്തിലെ എല്ലാ വോട്ടർമാരോടും ജോയിച്ചേട്ടൻ എന്താ പറയുക? ചെറുപുഴ പഞ്ചായത്തിലെ വോട്ടർമാരോട് മൊത്തം പറയാനുള്ളത്, നമ്മുടെ ചെറുപുഴ പഞ്ചായത്ത് നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെ ജനങ്ങൾ നല്ല മനുഷ്യരാണ്. എല്ലാവരും ഇന്ന ആളുകൾ എല്ലാവരും നല്ല മനുഷ്യരാണ്. നമുക്ക് വികസന രംഗത്ത് കുതിപ്പുണ്ടാക്കണം. നമ്മുടെ എല്ലാ റോഡുകളും നമുക്ക് തീർക്കണം. എല്ലാ റോഡുകളും എൻ്റെ ഒരു സ്വപ്നം. എനിക്ക് തോന്നുന്നു ഈ ഭരണസമിതിയുടെ തുടർച്ച ഉണ്ടായാൽ അടുത്ത 2 വർഷത്തിനിടയ്ക്ക് മുഴുവൻ റോഡും ഇവിടെ നിന്ന് ഇപ്പം എൻ്റെ ഒക്കെ വാർഡിൽ കുറെ റോഡ് ചെയ്തിട്ടുണ്ട്. കുറെ റോഡ് പൊളിഞ്ഞും കിടക്കുന്നുണ്ട്. പൊളിഞ്ഞു കിടക്കുന്നതിന് ഫണ്ട് പാസ്സാക്കി പരുത്തിക്കൽ റോഡ് എന്നൊരു റോഡുണ്ട്. കണ്ട ഫണ്ട് പാസ്സായി 10 ലക്ഷം അതൊന്നും ഈ മഴ ചെയ്യാത്ത ഫണ്ട് പാസ്സായി ടെൻഡർ എടുത്ത് എഗ്രിമെന്റ് വെച്ചേക്കുന്ന ആ ഒരു റോഡുണ്ട്. അവിടെ മുതൽ പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 100 മീറ്റർ പൊളിഞ്ഞു. അതിൻ്റെ ഒക്കെ അപ്പുറം വന്നിട്ടുണ്ട്. പിന്നെ പരുത്തിക്കല്ല്, പിന്നെ ഐക്യമുക്ക് ചാത്തമംഗലം ടൂറിസ്റ്റ് കേന്ദ്രം ഉദ്ദേശിച്ച് വന്നിരിക്കുന്നതാണ്. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഈ മലയിലും താമസിക്കുന്ന ആൾക്ക് റോഡ് പൂർത്തിയാക്കാൻ വേണ്ടി പറ്റും. ജനങ്ങളുടെ സഹകരണം ഉണ്ടാക്കി തൊഴിലുറപ്പ് ഇപ്പോൾ വെച്ച് നമുക്ക് റോഡെല്ലാം പരിപൂർണ്ണമായിട്ട് പൂർത്തിയാക്കാൻ പറ്റും. അപ്പം മലയോരത്തും താഴെയും താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവും. പിന്നെ ടൂറിസം ഉൾപ്പെടെ പുരോഗമിച്ച് വരുമ്പം തൊഴിൽ സാധ്യത, നമ്മുടെ പിന്നെ ഫാം ടൂറിസം, അതുപോലെ മറ്റേ വീടുകളിലൊക്കെ ആൾ താമസിച്ചുകൊണ്ട് ആ ടൂറിസം, ആ രംഗത്തൊക്കെ ഇടപെടുന്ന വരുമ്പോൾ നമ്മുടെ നാട് അടിമുടി പുരോഗമിക്കും. ഒരു തരത്തിലുള്ള വിഷമങ്ങളും നമ്മുടെ ചെറുപുഴയിലെ ജനങ്ങൾ വിഷമിക്കരുത്. അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എല്ലാ കേരളത്തിലെ ഗവൺമെന്റ് നല്ല ശ്രമിക്കുന്നുണ്ട്. അത് പഞ്ചായത്തുകളുമായി സഹകരിച്ച് നമുക്ക് കൂട്ടായി രാഷ്ട്രീയത്തിൽ മഹാനായ EMS ജനകീയാസൂത്രണ പദ്ധതി കൊണ്ടുവരും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പറഞ്ഞ കാര്യം നമ്മൾ കക്ഷി രാഷ്ട്രീയം തിരിഞ്ഞിരിക്കുകയാണ്. കുറേ മാറ്റം വന്നിട്ടുണ്ട്. കുറേ മാറ്റം ഇപ്പം തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഞങ്ങളെ കുറ്റം പറഞ്ഞൊക്കെ ഉള്ളതേ. ഞങ്ങളത് ഇല്ലെന്നൊക്കെ അറിയാഞ്ഞിട്ട് പറയുന്ന അത് ഞങ്ങൾ ഇത് വിറ്റു പിന്നെ തെറിയൊക്കെ പറയുന്നുണ്ട്. അവർ തെറി പറയട്ടെ, അതാ കാലം മാറി എന്നുള്ള അവർ മനസ്സിലാക്കുന്നത്. ഇതിനിടയ്ക്ക് നോക്കുമ്പം ഭയങ്കരമായ തെറിയാണ്. ആരിച്ച മാഷെ
ഞാൻ അവിടെ നിന്ന് അവിടുന്ന് കടയിൽ നിന്ന് പാല് മേടിക്കാൻ നിൽക്കുമ്പോൾ രാരിച്ചാന്നാ വിളിക്കുന്നത്. ഇതിനകത്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്നെ ഇപ്പം 2-3 തവണ പറഞ്ഞത് തെറിയാണെന്ന് തോന്നുന്നത്. ഞങ്ങളത് പരിപാടിയൊക്കെ അങ്ങനെ തെറിയൊക്കെ നിർത്തി. നമ്മൾ മനസ്സുകൊണ്ട് അകലേണ്ട സ്ഥലമല്ല, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. EMS പറഞ്ഞ ഒരു വികസന രംഗത്ത് നമുക്ക് കക്ഷി രാഷ്ട്രീയം മാറ്റിവെക്കാം. ഞങ്ങളത് മാറ്റിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു വാർഡ് മെമ്പറോടും വിവേചനം കാണിച്ചിട്ടില്ല. പിന്നെ വാർഡ് മെമ്പർമാർ അവരുടേതായ ചില കാര്യങ്ങളും ചെയ്യണം. അത് അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, തൊഴിലുറപ്പിലൊക്കെ ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ പുറകെ പോയി ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളോട് പറയാനുള്ളത്, നമുക്ക് വികസന രംഗത്ത് ഒറ്റക്കെട്ടായി നിൽക്കാം. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അല്ലേ, അത് കക്ഷി രാഷ്ട്രീയത്തിൽ ഇന്ന പക്ഷത്തോട് മാത്രമല്ല, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. അതിന് ഞങ്ങൾ കഴിഞ്ഞ ഭരണസമിതി കാണിച്ചിരുന്ന ഞങ്ങളുടെ മകനായ EMS പറഞ്ഞതുപോലെ വികസന രംഗത്ത് നമുക്ക് കക്ഷി രാഷ്ട്രീയമുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ഒറ്റക്കെട്ടാകും. അങ്ങനെ വരുമ്പം നല്ല സന്തോഷവാന്മാരായി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും, വീടില്ലാത്തവർക്ക് മുഴുവനാക്കും വീട് കൊടുക്കണം, റോഡില്ലാത്തവർ റോഡ് കിട്ടണം, നമുക്ക് അല്ലേ, നമ്മളൊക്കെ ഇവിടെ വന്ന് പോയല്ലോ, ഈ മലയിലാണല്ലോ കുടിയേറി പാർത്തവർ എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള ആ വിഷമം മാറണം. നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന കാലവും സാഹചര്യമാണ്. നമുക്ക് ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട സാഹചര്യമല്ല. അതിൽ നമുക്ക് ഒറ്റക്കെട്ടായി വികസന രംഗത്ത് ഒരുമിച്ച് നിന്ന് ഒറ്റ മുന്നേറാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണം കഴിഞ്ഞ 5 വർഷം കാണിച്ച പോലെ, സംസ്ഥാന ഗവൺമെന്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, അതിൽ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും. അതുകൊണ്ട് ജനങ്ങളെ, നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം. എല്ലാ വിഷമങ്ങളിലും നമുക്ക് അത് തരണം ചെയ്യാൻ നമുക്ക് യോജിച്ച് നിൽക്കാം. എല്ലാ സന്തോഷങ്ങളിലും നമുക്ക് സന്തോഷിക്കാം എന്നതാണ് എനിക്ക് പറയുന്നത്. അത്തരത്തിലാണ് ജോയിച്ചേട്ടന് നമ്മളോട് പറയാനുള്ളത്. ജോയിച്ചേട്ടനെ പറ്റി പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ജോയിച്ചേട്ടൻ ഒരു പ്രാപ്പൂർ ഡിവിഷൻ സ്ഥാനാർത്ഥിയായി KK ജോയിച്ചേട്ടൻ എല്ലാവർക്കും ഒരു ഹൃദയബന്ധമുള്ള, ചെറുപുഴയിൽ ഒരു ഹൃദയബന്ധമുള്ളൊരു നേതാവാണ് KK ജോയിച്ചേട്ടൻ. അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വളരെയധികം നമ്മോട് സഹകരിച്ചതിന് വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.